ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ടോ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ മാറി ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. എനിക്ക് ഒരുപാട് കാലമായിട്ട് ഹൈഡ്രോപോണിക്സ് കൃഷി ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ക്ലാസ്സിന് പോയി അവിടുത്തെ ഒരു സെല്ലറെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇത് നമ്മളത് നടാനുള്ള പോട്ടാണ് വെള്ളത്തിൽ ഇറക്കി വെക്കണേ. പിന്നെ അതിന് വേണ്ട സീഡ് ഞാൻ 4 സീഡാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഞാൻ ആദ്യം കരുതി അത് 2 ഉള്ളൂ എന്ന്. പിന്നെ അത് ഓപ്പൺ ചെയ്ത സമയത്താണ് ബാക്കി 2 കൂടി കണ്ടത്. അതിൽ 4 1 മല്ലിയുടെ സീഡും പിന്നെ ഒരു ചീരയുടേതും പിന്നെ വേറെ 2 വെറൈറ്റി എന്തോ ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും നല്ലത് ലീഫി വെജിറ്റബിൾ ആണല്ലോ സെലക്ട് ചെയ്യാൻ ബെറ്റർ. കാരണം പെട്ടെന്ന് റിസൾട്ട് കിട്ടും ചെയ്യും. നമുക്ക് വലിയ പ്ലാന്റൊക്കെ ആണെങ്കിൽ അതിന് വളർത്താൻ കുറേ ഫെർട്ടിലൈസറും സൊല്യൂഷനും ഒക്കെ വേണ്ടി വരും. അപ്പോൾ തൽക്കാലം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിപ്പോൾ ഈ ലീഫി വെജിറ്റബിൾസ് ആയ ചീര, അതേപോലെ പുതിന, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് രണ്ടുമാണ് കേട്ടോ എയും ബിയും സൊല്യൂഷൻസ്. പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് തെർമോമീറ്റർ. ഒരു pH തെർമോമീറ്ററാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. പക്ഷേ എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാനിത് ഓപ്പൺ ആക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. പിന്നെ ഇത് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ എന്തേലും സൊല്യൂഷൻ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് പാക്കറ്റ്സ് ആണത്. എനിക്ക് തോന്നുന്നു pH മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം. പിന്നെ ഒരു TDS മീറ്ററും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിൽ 2 മീറ്റേഴ്സ് മസ്റ്റാണ്. ഇനി ഞാനിത് എങ്ങനെ പ്ലാന്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ.